നല്ല മഴയല്ലേ, പിന്നെ മഴക്കാലത്ത് മഴയില്ലാണ്ടിരിക്കുമല്ല ഇവളെന്നായി പറയുന്നതെന്നായിരിക്കും. നമ്മളെ കണ്ണൂർ റെഡ് അലേർട്ടാണ്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി മഴയാണ്. പുറത്തൊരു കൃഷിപ്പരിപാടിയോ പണിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. 5 ലിറ്ററിൻ്റെ കുക്കറിൽ നിറയെ കുരുവും ചുളയെല്ലാക്കി വെക്കുക. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് അതൊന്ന് ഒരു 3 വിസിൽ, ഒന്നല്ല 3-4 വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. 4 വിസിലടിച്ച് മാറ്റി വെക്കണം. അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് അതിലോട്ട് തേങ്ങ, ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഈ ഫ്ലേവർ നന്നായിട്ട് പിടിക്കും ഈ ചക്കയിൽ. കാരണം ഇത് വെന്തിട്ട് ചേർക്കുന്നതിനേക്കാളും ഇതിൻ്റെ മുകളിലേക്കൂടെ ഇട്ടിട്ട് ചേർക്കുമ്പോൾ നന്നായിട്ടുള്ള ഫ്ലേവർ വരും. അതിന് ശേഷം ഒരു 4 വിസിൽ കഴിഞ്ഞ ശേഷം ഇത് മാറ്റി വെക്കുക. അപ്പം ചക്കയൊക്കെ വെന്ത് താഴോട്ട് പോരും. നിറച്ചുണ്ടായ ചക്കയല്ലേ, ഇപ്പം 3/4 ഭാഗം മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടി കഷ്ണം പോലത്തെ എന്തെങ്കിലും മരത്തിൻ്റെ, അതായത് ചപ്പാത്തിക്കോല മെയിനായിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കും. ക്യാമറാമാൻ എൻ്റെ അമ്മയാണ്, ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നന്നായിട്ട് ഇതുപോലെ ചപ്പാത്തിക്കോല് വെച്ച് നന്നായി ഉടച്ച് നല്ല ചക്ക പുഴുക്ക് കണക്കിനെ ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് നല്ല കട്ടൻ കാപ്പീൻ്റെ കൂടെ കഴിക്കാം. അതും അല്ലെങ്കിൽ നല്ല മീൻകറി ഉണ്ടെങ്കിൽ മീൻചാറ് ഒഴിച്ച് അടിപൊളിയായിട്ട് കഴിക്കാം. ഇത് ഞാൻ തല മാത്രം ഇട്ട്, അതായത് മത്തീൻ്റെ തലയും പച്ചമാങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് വെന്ത ശേഷം അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും നനച്ചിട്ടുള്ളതാണ്. അതും കൂട്ടി പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ച്, അതും കൂട്ടി കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ചക്കയിലവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു.